അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ചാലശ്ശേരി സരസ്മേള കാണാൻ പോയൊരു വീഡിയോ ആണ്. ജാനുവരി 2 തൊട്ട് ജാനുവരി 11 വരെ ആയിരുന്നു കേട്ടോ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം നമ്മൾ രാത്രിയാണ് പോയത്. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ദിവസമാട്ടോ. പിള്ളേരൊക്കെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയുള്ളവരും എല്ലാവരും കൂടിയിട്ടാട്ടോ പോയത്. ഇവിടെ 2 സെക്ഷനായിട്ടായിരുന്നു, സ്റ്റോൾ വേറെ ഫുഡ് കോർട്ട് വേറെ അങ്ങനെ ആയിട്ടായിരുന്നേ. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റോളിലോട്ടാട്ടോ പോയത്. ഇവിടെ ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിൻ്റെയും സ്റ്റോൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഈ മേള വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാട്ടോ കുടുംബശ്രീ ആൾക്കാരായിരുന്നു ഉണ്ടായിരുന്നത്. ഹോം മെയ്ഡ് സാധനങ്ങളാട്ടോ മിക്കതും ഉണ്ടായിരുന്നത്. തിരക്കാണെങ്കിൽ നമുക്ക് എല്ലാ സ്റ്റോളിൻ്റെ അവിടെയും നിൽക്കാനും നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പറ്റിയായിരുന്നേ. പിന്നെ പിള്ളേർക്ക് വേണ്ടത് അവരെന്നെ നോക്കി മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിതേ സ്റ്റോളിൻ്റെ പുറത്തിറങ്ങി റൈഡ്സിൻ്റെ അവിടെയൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് ഇതേ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്തു. പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് കേട്ടോ. ഗാനമേളയും ഡാൻസ് അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ കാണാൻ വേണ്ടി നിന്നു. പിന്നെ നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തത് ഫുഡ് കോർട്ടിൻ്റെ അവിടെ പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഇവിടെ വന്ന എല്ലാവരും പറഞ്ഞത് ഫുഡ് കോർട്ടിൻ്റെ അവിടെ നല്ല തിരക്കാന്ന് കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആയി, ഉള്ളിൽ കയറിയതേ ഓർമ്മയുള്ളൂ. അത്രയ്ക്ക് തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു സരസ് മേളയിൽ ഏറ്റവും ഫേമസ് ആയൊരു ഫുഡ് ഐറ്റംസ് ആയിരുന്നു അട്ടപ്പാടി വനസുന്ദരി. അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കാട്ടോ അത്. അവർ 2 സ്റ്റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോളിൻ്റെ അവിടെയും അത്യാവശ്യം നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും ഇതേ സെയിം അവസ്ഥ തന്നെയായിരുന്നു. നമ്മൾ കയറിയ പോലെ തന്നെ ഇറങ്ങി പുറത്തോട്ട്, കാരണം അത്രയും ക്രൗഡായിരുന്നു കേട്ടോ. നല്ല ബുദ്ധിമുട്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങിയിട്ടാട്ടോ പിള്ളേരൊക്കെ കൂടിയിട്ട് പാനിപൂരി ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നേ. പാനിപൂരി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ നിന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം വീട്ടിൽ പോകാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ.